കേരള സർവകലാശാല വൈസ് ചാൻസലറെ സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർ കെ.എസ്. അനിൽകുമാറിനെ സംരക്ഷിക്കാനുള്ള നീക്കവുമായി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. യൂണിവേഴ്സിറ്റിയിലെ അടിയന്തര സിൻഡിക്കേറ്റ് യോഗം നാളെ ചേരും. രജിസ്ട്രാറുടെ സസ്പെൻഷൻ വിഷയമാണ് നാളത്തെ യോഗത്തിൽ ചർച്ചയാവുക. ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അടിയന്തര യോഗം വിളിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസിന്റെ ജോലി തടസ്സപ്പെടുത്തുന്ന ഇടത് യൂണിയനുകളുടെ നിലപാടും ചർച്ചയാകും. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, പറയൂ. രോഹിണി, അടിയന്തരമായിട്ടാണ് ഇത്തരത്തിൽ രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്കാണ് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് യോഗം ചേരുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് രാവിലെ തന്നെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇത്തരത്തിൽ യോഗം ചേരണമെന്ന് VC-യോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ രജിസ്ട്രാറുടെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യാതെ എടുത്ത തീരുമാനമെന്നാണ് ഇപ്പോൾ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ആരോപിക്കുന്നത്. അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇത്തരത്തിൽ രജിസ്ട്രാർ നീക്കുന്നതും രജിസ്ട്രാറുടെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ സിൻഡിക്കേറ്റ് യോഗങ്ങളിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം കാണുന്നുണ്ട്. ആ ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് യോഗം ചേരാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആക്ടിംഗ് VC ആയിട്ടുള്ള സിസ തോമസിന്റെ ജോലി തടസ്സപ്പെടുത്തുന്ന ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഈ നിലപാടും ഈ വിഷയത്തിൽ ഇന്ന് നാളെ ചേരുന്ന യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഹൈക്കോടതിയിൽ ഉൾപ്പെടെ VC-ക്കെതിരെ, അതായത് ക്ഷമിക്കണം, രജിസ്ട്രാർക്കെതിരെയായിട്ടുള്ള നിലപാടുകളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഈ രജിസ്ട്രാറെ അനിൽകുമാറിനെ ഇത്തരത്തിൽ സസ്പെൻഡ് ചെയ്തതിലെ സ്റ്റേ ഉൾപ്പെടെ, അല്ലെങ്കിൽ സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുത്ത ഹർജി ഉൾപ്പെടെ തള്ളിയിരുന്നു. സ്റ്റേ പിൻവലിച്ചിരുന്നു. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ കൂടി നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് യോഗങ്ങൾ വിളിച്ചു ചേർത്തിരിക്കുന്നത്. സിൻഡിക്കേറ്റ് യോഗങ്ങൾ എത്രത്തോളം ഇത്തരത്തിൽ രജിസ്ട്രാർക്ക് അനുകൂലമാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിലാണ് ഇനി ഒരു കാര്യം നിലനിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ അനിൽകുമാറിന്റെ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഹൈക്കോടതി ഉൾപ്പെടെ സ്റ്റേ പിൻവലിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ സിൻഡിക്കേറ്റ് യോഗം ചേരുന്നതിലൂടെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന കാര്യത്തിലും ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട് നാളെ രാവിലെ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് അടിയന്തര സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. രോഹിണി. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.